എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലത്ത് നടന്ന ഒരു അറസ്റ്റും അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത്, അതായത് തെലങ്കാന പോലീസ് വന്ന് ഒരു ഫൈനാൻഷ്യൽ ഫ്രോഡ്, അതായത് ഒരു ഫൈനാൻഷ്യൽ തട്ടിപ്പിൻ്റെ ഭാഗമായി ഒരു മൊബൈൽ നമ്പർ യൂസ് ചെയ്തിരുന്നു എന്ന പേരിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുകയും അതിനെക്കുറിച്ചുണ്ടായ ഇല്ലീഗൽ ഡിറ്റൻഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, നടന്ന സംഭവങ്ങൾ നമ്മൾ പലതും കണ്ടതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഈ മൊബൈൽ നമ്പർ റിഫ്രഷ് പോളിസി, അല്ലെങ്കിൽ നമ്മളൊരു സിം കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നമ്പർ മാറുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഉപയോഗിക്കാത്ത സിം കാർഡ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് പ്രോപ്പറായിട്ട് സറണ്ടർ ചെയ്യേണ്ടത്, ഡിസ്പോസ് ചെയ്യേണ്ടത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ റെഗുലേഷൻസ് അനുസരിച്ച് ഒരു മൊബൈൽ നമ്പർ നമ്മൾ ഒരു പുതിയ യൂസർക്ക് അസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, TRAI, ട്രൈ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പോളിസി അനുസരിച്ച് ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, അതായത് ഒരു സബ്സ്ക്രൈബർ, അതായത് ഒരു നമ്പർ 3 മാസത്തേക്ക്, അതായത് 90 ദിവസത്തേക്ക് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇനാക്റ്റീവ് ആണെങ്കിൽ, അപ്പോൾ ഡീആക്ടിവേഷൻ പീരീഡിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൊബൈൽ നമ്പർ ഇനാക്റ്റീവായിട്ട് അവരെങ്ങനെ കണക്കാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് യാതൊരു യൂസേജ് ഇല്ല, അതായത് കോൾസ് ഇല്ല, മെസ്സേജസ് ഇല്ല, ഡേറ്റ സെഷൻസ് ഇല്ല, ചുരുക്കത്തിൽ ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്പർ റിഫ്രഷ്, അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പർ ഹോർഡിംഗ് എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. അതായത് നല്ല നമ്പേഴ്സ് അല്ലെങ്കിൽ ഒരു സീക്വൻസ് ഓഫ് നമ്പേഴ്സൊക്കെ സിം കാർഡ് മേടിച്ചിട്ട് ബ്ലോക്ക് ചെയ്ത് വെക്കുന്ന ഒരു പരിപാടി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നമ്പർ ഹോർഡിങ്ങിനും അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻഫോഴ്സ്മെൻറ്റാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയ്യുന്നത്. അപ്പോൾ 90 ദിവസം വെയിറ്റ് ചെയ്ത് നോക്കിയ ശേഷം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് അടുത്തൊരാൾക്ക് ആ നമ്പർ റിഫ്രഷ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് അവരുടെ മാൻഡേറ്റ്. അപ്പോൾ ഇത് സുപ്രീം കോർട്ട് റൂളിങ്ങും അതിലുണ്ട്, അതായത് ഇന്ത്യയുടെ സുപ്രീം കോർട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അതായത് ഈ പോളിസി അപ്ഹെൽഡ് ചെയ്തിട്ടുണ്ട്. അതായത് ടെലികോം ഓപ്പറേറ്റേഴ്സിന് നമ്മുടെ ഡീആക്ടിവേറ്റഡ് നമ്പേഴ്സ് റീഇഷ്യൂ ചെയ്ത് ഈ 90 ഡേ പീരീഡ്, അതായത് ഒരു 3 മാസ കാലയളവ് കഴിഞ്ഞിട്ട് അവർക്ക് റീഇഷ്യൂ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ യൂസറും ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്ത ശേഷം നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്ന സിം കാർഡുകൾ, അതിപ്പോൾ നമ്മൾ ഒടിച്ചു മടക്കി കളഞ്ഞാലും അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആ 90 ദിവസം കഴിഞ്ഞാൽ അത് വേറെ ആർക്കെങ്കിലും ആ നമ്പർ ഇഷ്യൂ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ അറിയിക്കാൻ എന്തെങ്കിലും മാൻഡേറ്റ് ഉണ്ടോ എന്നുള്ളതും അതിൽ ക്ലിയർ ആയിട്ട് പറയുന്നില്ല. അത് നിങ്ങൾക്ക് വായിച്ച് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. പക്ഷെ അതിൽ ക്ലിയർ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും പേഴ്സണൽ ഡേറ്റ ആ നമ്പറായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ, അതായത് ഒരു സബ്സ്ക്രൈബറുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2023-ലും 2024-ലും ചില ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2021, അതായത് ഡിസംബർ 1, 2023 മുതൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻസ് പുതിയ റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഈ KYC, നോ യുവർ കസ്റ്റമർ, പുതിയൊരു സിം കാർഡ് മേടിക്കുമ്പോൾ അല്ലെങ്കിൽ സിം കാർഡിൻ്റെ ഡീലേഴ്സിനെ വെരിഫൈ ചെയ്യാനോ, അതായത് ബൾക്ക് കണക്ഷൻസ് എടുക്കാൻ പാടില്ല. ബൾക്ക് കണക്ഷൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു കോർപ്പറേറ്റ് കണക്ഷൻ ആയിരിക്കണം, ഒരു കമ്പനി കണക്ഷൻ ആയിരിക്കണം, അതിനൊരു ഓതറൈസ്ഡ് സിഗ്നേറ്ററി ഉണ്ടാവും. അതൊക്കെയാണ് അവർ ക്ലിയർ ആയിട്ട് പറയുന്നത്. ഈ ബൾക്ക് പർച്ചേസ് ഓഫ് സിം കാർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇൻഡിവിജ്വൽസിന്, അതായത് ഓരോ സബ്സ്ക്രൈബേഴ്സിനും വേണമെങ്കിൽ 9 സിം കാർഡ് വരെ ഒരു സിംഗിൾ ID പ്രൂഫ് വെച്ച് മേടിക്കാമെന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു മാൻഡേറ്ററി വെരിഫിക്കേഷൻ ഉണ്ട് ഡീലേഴ്സിനും. അതുപോലെ 2024 ജൂലൈ 1-ന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ പുതിയൊരു മൊബൈൽ നമ്പർ പോർട്ടിംഗ് റെഗുലേഷൻസ്, അതായത് മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി MNP റെഗുലേഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ആ പാർട്ട് ഓഫ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു 7 ഡേ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അതായത് 7 ദിവസം കൂളിംഗ് പീരീഡ്, യുണീക്ക് പോർട്ടിംഗ് കോഡ്. അങ്ങനെയാണ് നമ്മളൊരു പ്രൊവൈഡറിൽ നിന്ന്, അതായത് ഇപ്പോൾ എയർടെല്ലിൽ നിന്ന് BSNL-ലേക്കോ BSNL നിന്ന് വേറെ ഏതെങ്കിലും സർവീസ് പ്രൊവൈഡറിലേക്കോ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ പോർട്ടിംഗ് അനുസരിച്ച് ഒരു യുണീക്ക് പോർട്ടിംഗ് കോഡ് ഉണ്ട്. ആ യുണീക്ക് പോർട്ടിംഗ് കോഡിന് അത് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബർ എന്ന രീതിയിൽ നമ്മളിപ്പോൾ ഒരു മൊബൈൽ നമ്പർ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ സിം കാർഡ് ഒടിച്ചു കളഞ്ഞതുകൊണ്ടോ സിം കാർഡ് ഫിസിക്കലി ഡിസ്ട്രക്ട് ചെയ്തതുകൊണ്ടോ ആ നമ്പർ നമ്മുടെ പേരിൽ അസൈൻ ചെയ്തതല്ല എന്ന് വരുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സിം കാർഡ് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സർവീസ് പ്രൊവൈഡറിന് സറണ്ടർ ചെയ്ത ശേഷം നമുക്ക് അവരുടെ അടുത്ത് നിന്നൊരു ലെറ്റർ മേടിക്കാവുന്നതാണ്. അതായത് ഈ നമ്പർ നമ്മൾ സറണ്ടർ ചെയ്തിട്ടുണ്ട്, ഇന്ന ദിവസത്തിൽ നമ്മൾ സറണ്ടർ ചെയ്തു എന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ
ഈ നമ്പർ വേറെ ആർക്കെങ്കിലും അസൈൻ ചെയ്തിട്ട് ആ നമ്പർ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അന്വേഷണം എത്തി നിൽക്കുന്നത് ചിലപ്പോൾ നമ്മുടെ അടുത്തായിരിക്കാം. അത് ഒരു ശരിയായ രീതിയിലുള്ള അന്വേഷണമാണോ എന്നുള്ളതൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ലാസ്റ്റ് കണക്ഷൻ, അതായത് ഏറ്റവും അവസാനം യൂസ് ചെയ്തിരുന്ന ആളാരാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് ഫേക്ക് ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളതും ഒരു സാധ്യതയായിട്ട് നമുക്ക് തീർച്ചയായും കാണാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നടക്കുന്നത് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന സിം കാർഡുകൾ അല്ലെങ്കിൽ നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന സിം കാർഡുകൾ സർവീസ് പ്രൊവൈഡർ, അതിപ്പോൾ BSNL ആവാം അല്ലെങ്കിൽ എയർടെൽ ആവാം, ഏതെങ്കിലും നമ്മുടെ സർവീസ് പ്രൊവൈഡറുടെ അടുത്ത് നമ്മൾ സറണ്ടർ ചെയ്ത ശേഷം അവരുടെ അടുത്ത് നിന്ന് ഒരു ലെറ്റർ മേടിച്ച ശേഷം നമ്മൾ വെക്കണം. തീർച്ചയായിട്ടും നോക്കേണ്ടതാണ്. പിന്നെ നമ്മൾക്കെതിരെ ഇതിൽ അന്വേഷണം വരികയാണെന്നുണ്ടെങ്കിൽ, ആൾക്കാർക്കെതിരെ അന്വേഷണം വരികയാണെന്നുണ്ടെങ്കിൽ അവർ ശരിക്കും ഡ്യൂ ഡിലിജൻസ് ചെയ്യേണ്ടതാണ്. അതായത് ഈ നമ്പർ ആർക്കാണ് അസൈൻ ചെയ്തിട്ടുള്ളത്, ഇത് യൂസ് ചെയ്യാത്തത് കൊണ്ട് വേറെ ആൾക്ക് കൊടുത്തതാണ്, അതല്ല ഇതേ ആളുടെ ഐഡൻറ്റിറ്റി സ്പൂഫ് ചെയ്യുകയോ മറ്റോ ചെയ്തിട്ട് തിരിച്ച് കണക്ഷൻ എടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്പർ മാറുന്നുണ്ടെങ്കിൽ ഇപ്പം 90 ദിവസത്തിന് ഉള്ളിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. 90 ദിവസത്തിന് ശേഷവും നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല, വെറുതെ സിം കാർഡ് ഒടിച്ചു കളഞ്ഞതുകൊണ്ട് ആ നമ്പർ നിങ്ങൾക്കായിട്ട് അസൈൻ ചെയ്തതല്ല എന്ന് വരുന്നില്ല. അതേ നമ്പർ ചിലപ്പോൾ വേറെ ആർക്കെങ്കിലും അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പറായ രീതിയിൽ സിം കാർഡ് ഒടിച്ചു കളയുന്നതിന് മുമ്പ് സർവീസ് പ്രൊവൈഡറുടെ അടുത്ത് ചെന്ന് സറണ്ടർ ചെയ്യുകയായിരിക്കും അതിൻ്റെ ഒരു പ്രോപ്പർ അപ്രോച്ച് എന്ന് പറയുന്നത്.